Welcome, my dear friends. How are you? Let's get familiar with past perfect continuous tense today. ഇന്ന് നമുക്ക് past perfect continuous tense പഠിക്കാം. The past perfect continuous tense is used to describe actions or events that were ongoing in the past before another action took place. It emphasizes the duration or continuity of the action. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഒരു പ്രവൃത്തി മറ്റൊരു പ്രവർത്തനം സംഭവിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ കാലത്ത് ഒരു പ്രത്യേക കാലയളവിൽ തുടർന്നിരുന്നുവെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. Here is the structure of the past perfect continuous tense. Subject plus had plus been plus present participle, that is ing form of the verb. ഇങ്ങനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത്. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ബസ് വരുന്നതിന് മുൻപ് അരമണിക്കൂർ അവർ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. They had been waiting for the bus for half an hour before it arrived. Now let's see a few more examples of sentences in the past perfect continuous tense. ഞാനൊരു വിശ്രമം എടുത്തതിന് മുൻപായി എല്ലാ ദിവസവും പ്രോജക്റ്റിനായി ജോലി ചെയ്യുകയായിരുന്നു. I had been working on the project all day before I took a break. ഞാൻ അവളെ വിളിച്ചപ്പോൾ അവൾ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She had been studying for 2 hours when I called her. ഞാൻ ഡിന്നറിന് 1 മണിക്കൂർ മുൻപ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been reading the book for an hour before dinner. മഴ പെയ്യുവാൻ തുടങ്ങുന്നതിന് മുൻപ് ആഫ്റ്റർനൂൺ സമയം മുഴുവനും അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They had been playing football all afternoon when it started to rain. പ്രകടനത്തിന് മുൻപായി അവൾ ആഴ്ചകളോളം കൺസേർട്ടിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She had been practicing for the concert for weeks before the performance. ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ടെത്തുന്നതിന് മുൻപായി മണിക്കൂറുകളോളം യാത്ര ചെയ്യുകയായിരുന്നു. We had been traveling for hours before we found a hotel. അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചതിന് മുൻപായി വളരെയധികം സമയം അതിനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. He had been working on the report for a long time before he submitted it. മീറ്റിംഗ് ആരംഭിച്ചതിന് മുൻപായി അവൾ മണിക്കൂറുകളോളം ജോലി ചെയ്യുകയായിരുന്നു. She had been working for hours before the meeting started. ഞാൻ എത്തിയപ്പോൾ അവർ 2 മണിക്കൂറായി സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. They had been watching the movie for 2 hours when I arrived. അവളുടെ അമ്മ അവളെ വിളിച്ചതിന് മുൻപ് അവൾ 2 മണിക്കൂറായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? She had been studying for 2 hours before her mother called her. മഴ പെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് 3 മണിക്കൂറായി അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഒന്ന് ശ്രമിച്ചു നോക്കൂ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? had plus been plus ing form of the verb. അപ്പോ ഇവിടെ എങ്ങനെയാണ് verb വരുന്നത്? had been playing. സെന്റൻസ് എങ്ങനെ വരും? They had been playing cricket for 3 hours before it started raining. ഞാൻ ഉറങ്ങിപ്പോകുന്നതിന് മുൻപ് 2 മണിക്കൂർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been reading the book for 2 hours before I fell asleep. കറന്റ് പോകുന്നതിന് മുൻപ് അവർ ഏറെ നേരം TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. They had been watching TV for a long time before the power went off. അദ്ദേഹം വിശ്രമം എടുക്കുന്നതിന് മുൻപായി 5 മണിക്കൂർ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. He had been driving for 5 hours before he took a break. അതിഥികൾ എത്തുന്നതിന് മുൻപ് 2 മണിക്കൂറായി അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. She had been cooking for 2 hours before the guests arrived. റോഡ് ഗതാഗതത്തിനായി തുറക്കുന്നതിന് മുൻപായി തൊഴിലാളികൾ ഒരാഴ്ചക്കാലം അത് പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. The workers had been repairing the road for a week before it was open for traffic. അദ്ദേഹം പാരീസിലേക്ക് പോകുന്നതിന് മുൻപായി 6 മാസക്കാലം ഫ്രഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയും? ഒന്ന് ശ്രമിച്ചു നോക്കൂ. He had been learning French for 6 months before he moved to Paris. ഞാൻ ദിവസം മുഴുവൻ ജോലി ചെയ്തിരുന്നത് കൊണ്ട് വളരെ ക്ഷീണിതനായിരുന്നു. I was tired because I had been working all day. This sentence is slightly different from the more common past perfect continuous sentences that include a specific time reference like for 6 months or for a week before etc. അതായത് ഈ വാചകം 6 മാസം അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ്
എന്നതുപോലുള്ള ഒരു നിശ്ചിത കാല പരാമർശം ഉൾക്കൊള്ളുന്ന സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വാചകങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രവർത്തനം കഴിഞ്ഞപ്പോൾ അതിന്റെ ഫലം കാണിച്ചു കൊടുക്കാനാണ്. അതായത് വർക്കിംഗ് ഓൾ ഡേ എന്ന പ്രവർത്തനം ടയേർഡ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതായി കാണിക്കുന്നു. My dear friends, that's all for today's class. I hope the explanations were clear to you. തന്നിരിക്കുന്ന ഉദാഹരണങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കിയാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വളരെ സ്പഷ്ടമായി മനസ്സിലാക്കാം. The past perfect continuous tense helps us express actions that were happening over a period of time in the past before something else occurred. It focuses on the ongoing nature and the duration of an action before another action happened. Thank you so much for joining me. If you find this video helpful, don't forget to subscribe and share. Press the bell icon to get notifications of my upcoming videos. Thank you so much and have a wonderful day.